പ്രിയ കൂട്ടുകാരെ നമസ്കാരം. പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സാധാരണക്കാരെ സംബന്ധിച്ചുള്ള ഒരു വിഷയമാണ്. നമ്മുടെ തോട്ടയ്ക്കാട് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഒരുപാട് തവണ അവിടെ പോയിട്ടുണ്ട്. നല്ല ട്രീറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്, നല്ല ഡോക്ടർമാരുണ്ട്. അതുപോലെ ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ ഈ LDF സർക്കാർ വന്നതിന് ശേഷം ഒരുപാട് മാറ്റമാണ് സർക്കാർ ആശുപത്രിക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ആ വന്നിരിക്കുന്ന മാറ്റങ്ങളെല്ലാം നല്ലതാണ്. കാരണം നമ്മുടെ ഇന്ന് സർക്കാർ ആശുപത്രി എന്ന് പറയുന്നത് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിനോട് കടപിടിക്കുന്ന രീതിയിലാണ് ഇന്ന് സർക്കാർ ഹോസ്പിറ്റലുകളെല്ലാം മാറിയിരിക്കുന്നത്. അതുപോലെ നമുക്ക് ബുക്കിങ്ങിനാണെങ്കിലും ഇപ്പം നേരത്തെയൊക്കെ കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒപ്പിച്ചിട്ട് എടുക്കാൻ വേണ്ടി ഒരുപാട് സമയം ക്യൂ നിൽക്കണമായിരുന്നു. അതുപോലെ മറ്റുള്ള ഹോസ്പിറ്റലുകളിലെല്ലാം അതുപോലെ തന്നെയാണ്. അപ്പം രാവിലെ നമ്മൾ പോകേണ്ട ഒരു സാഹചര്യം വരുമായിരുന്നു. ഇപ്പം അതൊന്നുമില്ല, നമുക്ക് ഓൺലൈനായിട്ട് ഒപ്പിച്ചിട്ട് എടുക്കാം. അത് തന്നെയല്ല, സർക്കാരിന്റെ കീഴിലുള്ള എവിടെയെങ്കിലും ഇപ്പം പാമ്പാടിയിലാണെങ്കിലും തോട്ടയ്ക്കാട്ടാണെങ്കിലും എവിടെ ട്രീറ്റ്മെന്റ് ചെന്നാലും നമ്മൾ ഫോൺ നമ്പർ മാത്രം പറഞ്ഞാൽ നമ്മുടെ ഫുൾ ഹിസ്റ്ററി അവിടെയുണ്ട്. അതൊക്കെ ഒരുപാട് സർക്കാർ ആശുപത്രിയുടെ വളർച്ചയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നതിന്റെ സൂചനകളാണ്. പക്ഷെ നമ്മുടെ ഈ സർക്കാർ ആശുപത്രികൾ വേണ്ട വിധം മുന്നോട്ട് പോകുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഇവരാരും പരിശോധിക്കാറില്ല. പലയിടത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. പള്ളം ബ്ലോക്കിന്റെ കീഴില് തോട്ടയ്ക്കാട്ടുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പുതുപ്പള്ളിക്കാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമായ ഒരു ഹോസ്പിറ്റലാണ് തോട്ടയ്ക്കാട്. ആ ഹോസ്പിറ്റലിന്റെ ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഞാൻ അവിടുത്തെ സ്റ്റാഫിന്റെ കാര്യമോ നേഴ്സുമാരുടെ കാര്യമോ ഡോക്ടർമാരുടെ കാര്യം ഒന്നുമല്ല പറയുന്നത്. കാരണം അവരൊക്കെ നല്ല കെയർ ആണ് അവിടെ കൊടുക്കുന്നത്. ഞാൻ അവിടെ പല പ്രാവശ്യം മരുന്ന് മേടിക്കാൻ പോയിട്ടുണ്ട്. വളരെ കുറഞ്ഞ ചെലവിൽ നമ്മുടെ ഒരു അസുഖത്തിന് നല്ല മിടുക്കരായിട്ടുള്ള 3 ഡോക്ടർമാരുടെ സേവനമുണ്ട്. പക്ഷെ അത് ഉച്ച വരെ ഉള്ളൂ. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ഒരാൾക്ക് അവിടെ കാണാൻ വരാനോ അതുപോലെ അതിന് വൈകിട്ട് അവിടെ എന്തെങ്കിലും ഒരു എമർജൻസി കേസായിട്ട് വന്നാലോ ഒന്നും നമുക്ക് ഡോക്ടർമാരുടെ സേവനം ഇല്ല. അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവര് പരിശോധിച്ചു അതിനുള്ള മരുന്ന് കൊടുക്കുന്നതല്ലാതെ ഒരു രോഗിയെ അവിടെ ഒരു എമർജൻസി ആയിട്ടല്ല ഒരു നല്ല എന്തെങ്കിലും അസുഖം ബാധിച്ച് വന്നു കഴിഞ്ഞാൽ അതിനുള്ള മരുന്ന് കൊടുക്കാനോ അതിനൊന്നും അവർ തയ്യാറാകത്തില്ല. കാരണം ഉച്ചയാകുമ്പോഴത്തേന് അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് അവർ പോകുന്നു. അതിനുശേഷം ബാക്കി വരുന്നത് അവിടെ കിടക്കുകയൊക്കെ ചെയ്താലും വൈകിട്ടും പിന്നെ സേവനങ്ങൾ വേണം. ഡോക്ടർമാരുടെ സേവനം ഹോസ്പിറ്റലിൽ നിർബന്ധമാണ്. അതില്ലാത്തതിനാൽ അതിന്റെ പരിമിതികൾ പണ്ട് തോട്ടയ്ക്കാട്ട് ആശുപത്രി നിങ്ങൾക്കറിയാം, പ്രസവ വാർഡ് വരെ അവിടെ ഉണ്ടായിരുന്നു. പ്രസവങ്ങളൊക്കെ വളരെ നമ്മുടെ മന്ദിര ഹോസ്പിറ്റൽ പോലെ തന്നെ തോട്ടയ്ക്കാട്ട് ആശുപത്രിയിലും എല്ലാ കാര്യങ്ങളും അവിടെ നല്ല ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇഷ്ടം പോലെ കെട്ടിടങ്ങളുണ്ട്. നമ്മളെ ഇപ്പം ഹോസ്പിറ്റലിലോട്ട് നമ്മൾ കയറി ചെന്ന് കഴിയുമ്പോൾ തോട്ടയ്ക്കാട്ട് കവലെന്ന് ഹോസ്പിറ്റലിലോട്ട് കയറി ചെല്ലുമ്പോൾ നമ്മളെ വരവേൽക്കുന്നത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായ 2 കെട്ടിടങ്ങളാണ്. അതിപ്പോ അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അത് പൊളിച്ചു മാറ്റാൻ ടെൻഡറായി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. അതുപോലെ പേവാർഡ് ആയിട്ട് പ്രസവ വാർഡും ഒക്കെ ആയിട്ട് വരുന്ന വാർഡുകൾ അതേപടി ആ ശോചനീയാവസ്ഥയിൽ നിലനിൽക്കുകയാണ്. അതിനൊരു മാറ്റം പോലും വന്നിട്ടില്ല. അതേപടി അവിടെ നിൽക്കുകയാണ്. അതിപ്പം ആംബുലൻസുകാർ അവിടെ അവരുടെ ഒരു വിശ്രമ കേന്ദ്രമാക്കി അത് മാറ്റിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്നത് നല്ല കെട്ടിടമാണ്. ആ കെട്ടിടത്തിനും നല്ല ഡോക്ടർമാരുടെ റൂമുകളെ അതുപോലെ നഴ്സിംഗ് റൂമുകളെ അതുപോലെ ഡ്രസ്സിംഗ് റൂമുകളെ എൻ്റെ ഈ കുറച്ച് നാൾ മുമ്പ് എൻ്റെ കാലൊന്നും പറഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ പോയാണ് ഡ്രസ് ചെയ്തത്. വളരെ നല്ല കെയറിംഗ് ഒക്കെയാണ് അവിടെ കിട്ടുന്നത്. പക്ഷെ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുകളിൽ അഡ്മിറ്റ് ആയ രോഗികൾക്ക് കിടക്കാൻ വേണ്ടിയുള്ള റൂമുകളുണ്ട്, നിരവധി ബെഡുകളുണ്ട്. പക്ഷെ ഇതെല്ലാം കാലിയായിട്ട് കിടക്കുകയാണ്. അതുപോലെ ജോലിക്കാരുണ്ട്, അവർ ഉച്ചയാകുമ്പോഴത്തേന് അവരുടെ ഡ്യൂട്ടി തീർന്നു, പിന്നെ അവർക്കൊക്കെ ഡ്യൂട്ടി ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരു പരിതാപകരമായി അങ്ങനെ ഓരോ ദിവസം ചെല്ലും തോറും അധപ്പതനത്തിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന തോട്ടയ്ക്കാട്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നിങ്ങളൊന്ന് കാണുക. ഞാൻ അതിന്റെ കുറച്ച് ദൃശ്യങ്ങൾ നിങ്ങളെ ഒന്ന് കാണിക്കാം, നിങ്ങളൊന്ന് കാണുക. പുതുപ്പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് തോട്ടയ്ക്കാട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. കണ്ടോ, ഇവിടെ പേവാർഡ് പ്രസവ വാർഡ് അടക്കം എല്ലാം ഉണ്ടായിരുന്നായിരുന്നു. നിങ്ങൾക്ക് കാണാൻ തന്നെ ഇവിടെയൊക്കെ മണ്ണെടുത്തിട്ടിട്ട് എത്രയോ നാളുകളായെന്നറിയോ. അതേപടി കിടക്കുകയാണ്. യാതൊരു തീരുമാനവും ഇല്ലാത്ത രീതിയിൽ വന്നിരിക്കുകയാണ്. ഇത് കണ്ട് ഈ കെട്ടിടത്തിന്റെ ഇതൊക്കെ പൊളിച്ചു നീക്കാൻ ടെൻഡർ ആയതെന്ന് പറയുന്നു.
ഈ കെട്ടിടവും അതുപോലെ തന്നെ പോയി കിടക്കുന്നതാണ്. ഇതും മളിച്ചു മാറ്റാൻ പറഞ്ഞു. ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്, ഇഷ്ടം പോലെ ബിൽഡിങ്ങുകളുണ്ട്. ഏത് രീതിയിൽ വേണമെങ്കിലും പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് പോകാൻ പറ്റുന്ന തോട്ടയ്ക്കാട്ട് പ്രാഥമിക ആരോഗ്യ പള്ളം ബ്ലോക്കിൻ്റെ കീഴിലാണ്. പള്ളം ബ്ലോക്കിൻ്റെ കീഴിൽപ്പെട്ട ഒരുപാട് സ്ഥാപനങ്ങൾ നശിച്ചു കിടക്കുന്ന കാഴ്ചയാണ്. ഒരു സ്കൂളിൻ്റെ, നമ്മുടെ പുതുപ്പള്ളിലാണെങ്കിലും ഹൈസ്കൂളിൻ്റെ, അതെല്ലാം ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലാണ്. അതങ്ങനെ കിടക്കുന്നു. ഒരു കാര്യമായിട്ട് ഇവർ ചെയ്യത്തുമില്ല. ഇഷ്ടംപോലെ ഫണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ യാതൊന്നും വിനിയോഗിക്കാതെ. ഹോസ്പിറ്റൽ നല്ല ഭംഗിയാക്കി ഹോസ്പിറ്റലുണ്ട്. ഇവിടുത്തെ ഫാർമസി, നമ്മൾ ചെല്ലുമ്പോഴേ കാണുന്ന ഫാർമസിയാണ്. ഒരുപാട് ആൾക്കാർ എന്നോട് പറയുന്നുണ്ട് ഡോക്ടറെ കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല, മരുന്ന് മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഉച്ചയാകുമെന്ന് പറഞ്ഞു. കാരണം അവിടെ ഒരു സ്റ്റാഫേ ഉള്ളൂ. അതൊരു ഇവിടുത്തെ വലിയൊരു പോരായ്മയാണ്. ഇവിടെ എല്ലാം ഇടിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് ഇതിൻ്റെ ഫ്രണ്ട് വശമൊക്കെ ഇടിഞ്ഞ് മുടങ്ങി കിടക്കാൻ തുടങ്ങി എത്രയോ നാളായി. ഇതെല്ലാം പഴയ കെട്ടിടങ്ങൾ, അങ്ങനെ ഒരുപാട് കെട്ടിടങ്ങളുണ്ട്. ഇതൊക്കെ പൊളിച്ച് നീക്കി നല്ല രീതിയിൽ 24 മണിക്കൂറും ഡോക്ടർ സേവനവും ഒക്കെ ആയി വന്നു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റൽ, എനിക്ക് തോന്നുന്നത് ഈ കോട്ടയം ജില്ലാ ആശുപത്രി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏറ്റവും വലിയ ഹോസ്പിറ്റലായി മാറേണ്ട ഒരു ഹോസ്പിറ്റലാണ് ഇത്. അധികാരികളുടെ അറിവോടുകൂടി ഈ ഒരു രീതിയിൽ നശിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നല്ല മിടുക്കരായിട്ടുള്ള ഡോക്ടർമാരുണ്ട്. ഞാൻ എല്ലാ ഇതും മേടിക്കാൻ, പിള്ളേർക്കാണെങ്കിലും അസുഖം വന്നാലും ഇവിടെയാണ് പോകുന്നത്. ഇത് കണ്ട വാർഡുകൾ, നല്ല നിലവാരത്തിലുള്ള വാർഡുകളുണ്ട്. ആരെങ്കിലും അവിടെ കിടക്കാനുണ്ടോ? കിടക്കാൻ പറ്റുകയില്ല. കാരണം ഡോക്ടർ സേവനം ഇല്ല. ഉച്ചവരത്തെ ഡോക്ടർ സേവനമുള്ളൂ. പിന്നെ അവിടെ കിടന്നിട്ട് തന്നെ കാര്യമുണ്ട്. അവരടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഇതാണ് അവിടുത്തെ അവസ്ഥ. ഈ ഒരു കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കാനോ ഇതൊരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ ഒരു ജനപ്രതിനിധി പോലും ശ്രമിക്കുന്നില്ലെന്നുള്ളതാണ് തോട്ടക്കാട്ട് ആശുപത്രിയുടെ ഇപ്പോഴത്തെ നിലവിലുള്ള അവസ്ഥ. നിങ്ങൾ കണ്ടില്ല, നല്ല ഹോസ്പിറ്റലാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ പോലെയാണ്. മാറി മാറി വരുന്ന ജനപ്രതിനിധികളും അതുപോലെ MLA-മാരാണേലും മറ്റുള്ള ഇതിന്റെ പള്ളം ബ്ലോക്കിന്റെ കീഴിലാണ് ഈ ഹോസ്പിറ്റല് ഇപ്പൊ നിലവിലിരിക്കുന്നത്. ഇതിന്റെ തലപ്പത്തുള്ള ആൾക്കാരും ഒന്നും യാതൊരു പരിഗണനയും കൊടുക്കാതെ, അവർക്കൊന്നും ഇതിനോട് താല്പര്യമില്ല. കാരണം എല്ലാവരും പ്രൈവറ്റ് ഹോസ്പിറ്റലോട്ടാണ് പോകുന്നത്. അവരൊക്കെ ജയിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് സാധാരണക്കാരന്റെ വിഷമം എന്താണെന്നുള്ള അവർക്ക് അറിയത്തില്ല. നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ സാധാരണക്കാരനെ സംബന്ധിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള, ഞാൻ പല വീഡിയോക്കകത്തും പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് ഹോട്ടൽ ബിസിനസ് ഒന്നുമല്ല, സ്കൂളും ഹോസ്പിറ്റലുമാണ് ഇന്നത്തെ ഏറ്റവും വലിയ ബിസിനസ് കേന്ദ്രമായി മാറിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു ആശ്രയ കേന്ദ്രമാണ് ഇതുപോലെയുള്ള ആശുപത്രികൾ. നമ്മുടെ മന്ത്രിയുടെ നാട്ടിലുള്ളതാണ് പാമ്പാടി താലൂക്ക് ആശുപത്രി. ഞാൻ അവിടെയും പോയിട്ടുണ്ട്. അതുപോലെ കോട്ടയം ജില്ലാ ആശുപത്രി. കോട്ടയത്ത് എല്ലാവിധ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും അവിടെ ഒരുപാട് പോരായ്മകളും കാര്യങ്ങളും ഉണ്ട്. അത് അവഗണനയുടെ പാമ്പാടി ഞാൻ അവിടെ ചെന്നപ്പോഴത്തേന് അവരോട് ചോദിച്ചപ്പോൾ സ്റ്റാഫിന്റെ കാര്യത്തിലൊക്കെ അവർ പറഞ്ഞ് അവിടെ ഒരു ക്യൂ കണ്ട്. ഞാൻ ചോദിച്ചപ്പോഴത്തേനും അവരോട് പറഞ്ഞ് കുറച്ച് സ്റ്റാഫുകൾ മാത്രമേ ഉള്ളൂ, പുതിയ സ്റ്റാഫിനെ എടുക്കാനൊട്ട് തയ്യാറാകുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ തന്നെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. മന്ത്രിയുടെ നാട് ഞാൻ ചോദിച്ചു, മന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. കാരണം അതൊന്നും അവരാരും മൈൻഡ് ചെയ്യാറില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രയത്നത്തിലാണ് നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും. അതിനുവേണ്ടിയാണ് അവർ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നത്. അല്ലാതെ സാധാരണക്കാരന്റെ വിഷമം എന്താണെന്ന് അവർക്ക് മനസ്സിലാകത്തില്ല. ഈ ഒരു ഹോസ്പിറ്റല് അവിടെ 24 മണിക്കൂർ ഒരു ഡോക്ടർ സേവനമുണ്ടെങ്കിൽ ഏത് നിലവാരത്തിൽ വരുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷെ അത് എന്തുകൊണ്ട് ഇവർ ശ്രമിക്കുന്നില്ലെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പ്രദേശത്ത് ഒരു ഹോസ്പിറ്റൽ വന്നു കഴിഞ്ഞാൽ ആ നാട് ഒരുപാട് വികസനത്തിന്റെ പാതയിലേക്ക് പോകും. കാരണം അതിന് ചുറ്റുവട്ടത്ത് ഒരു ലാബുകൾ വരും, അതുപോലെ മറ്റേ കടകൾ വരും. അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഒരു വികസനത്തിന്റെ ഇതിലേക്ക് വന്നതാണ് തോട്ടയ്ക്കാട്ട് കവല. അത് വീണ്ടും പഴയ പടിയിലേക്ക് ഡിമ്മായി വന്നിരിക്കുകയാണ്. അതാണ് നമ്മുടെയൊക്കെ ഇവിടുത്തെ അവസ്ഥകൾ. അപ്പൊ ഇതിനൊന്നും ആര് പരിഹാരം കാണുമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം വീണ്ടും അടുത്ത വാർത്തകളുമായിട്ട് വീണ്ടും കാണാം. പുതുപ്പള്ളി ടുഡേ ലൈവ് ന്യൂസ്. Wow.